ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം കൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇടാണ്ടിരിക്കുമായിരുന്നു കേട്ടോ. മടി പിടിച്ചിരിക്കുമായിരുന്നേ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്താ പറയുക, മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ തന്നെ കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ച് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനതെടുത്ത് നേരത്തെ പുറത്ത് വെക്കേണ്ടായിരുന്നു, പക്ഷേ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കല്ലായിരിക്കുന്നുണ്ട്. ഞാൻ പുട്ടോ ഇല്ലേ ചട്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി സിമ്പിളാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചായിരുന്നു ഏട്ടന്. ഏട്ടൻ ഓഫീസിൽ പോകുന്ന ആ ഒരു സമയമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനിപ്പോൾ 9 മണിയാകുമ്പോൾ പോയാൽ മതി. അതുപോലെ ഒരു 1:30 ആകുമ്പോൾ ഏട്ടൻ തിരിച്ചും വരും കേട്ടോ. അതുപോലെ വൈകിട്ടും പോണേ. വൈകിട്ടൊരു 4:30 പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിയാവും കേട്ടോ തിരിച്ചു വരാൻ. അപ്പോൾ പണ്ട് ഇതുപോലെ വൈകിട്ടൊക്കെ പോകുമായിരുന്നു. എന്നാൽ പോലും രാവിലത്തെ ആ ഒരു സമയം ഇപ്പോൾ ചേഞ്ച് ആയപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസമായിട്ടോ. കാരണം എന്തായാലും മോനും ഇനി സ്കൂളൊന്നും ഇല്ല, കുറച്ച് ദിവസത്തിന് വെക്കേഷനൊക്കെ സ്റ്റാർട്ടായി. അപ്പം ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങും, സൈക്ലിങ് ചെയ്യുക എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആദ്യം പോയി സൈക്ലിങ്ങും അതുപോലെ സ്കൂട്ടി ഓടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്കൂട്ടി ഓടിക്കാനൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാട്ടോ. രാവിലെ എണീച്ച് ചായയൊന്നും കുടിക്കാതെ കേട്ടോ ഞാൻ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പോയത്. അപ്പോൾ നല്ല വയറൊക്കെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചായ കുടിച്ച് ശീലിച്ചിട്ടേ കുറേ നേരം ഇങ്ങനെ ചായയൊന്നും കുടിക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വയറ് കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ചായക്ക് അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് പാലൊക്കെ ഒഴിച്ച് അതുപോലെ കാപ്പിപ്പൊടി അല്ല കേട്ടോ, ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് എനർജി ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം ഞാൻ ചായ വയ്ക്കുവാണ്. ഇന്ന് രാവിലെ എനിക്ക് ചായ കുടിക്കുന്നവർക്കില്ലേ, ആ ഒരു ചായ കറക്റ്റായിട്ട് ആ രാവിലെ കിട്ടിയില്ലെങ്കിൽ ഇല്ലേ പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും. തലവേദനയും പിന്നെ ഉറക്കം വരലൊക്കെ ആയിട്ടില്ല, അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും. അത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ ഭയങ്കര പാടാട്ടോ. വലിയ പാടൊന്നുമില്ല, മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നടക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ അത് ശ്രമിക്കണ്ടേ. നമ്മൾ ചായ വെച്ച് കൊടുക്കുന്നത് നമ്മളല്ലേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയ സമയത്തേക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു കേട്ടോ ചായ കുടിക്കുന്നത്. പക്ഷേ അതൊന്നും നടക്കില്ല. കാരണം നമ്മൾ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കുടിക്കാനുള്ളൊരു ടെൻഡൻസി വരും. ചായയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തൊക്കെ പോയി ചായ കുടിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ടാട്ടോ ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ ലോക്കിൻ്റെ ചെറിയൊരു സബ്ജിയാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഏട്ടന് അങ്ങനെ ഉണ്ടാക്കുന്ന സിമ്പിളായി ഉണ്ടാക്കുന്ന സബ്ജിയൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് വേണ്ടി മാത്രം കുറച്ചൊന്ന് ലോക്കിൻ്റെ സബ്ജി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഉരുളക്കിഴങ്ങ് പൂരീൻ്റെ മസാല ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇന്നും ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കറി ആയാലും മതി കേട്ടോ. കാരണം മോനാണെങ്കിൽ ആ ഒരു കറി ഇഷ്ടം കേട്ടോ. ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവനത് കഴിച്ചോളും. പിന്നെ എനിക്കാണെങ്കിൽ എന്ത് കറി ആയാലും ഓക്കെയാണ്. പിന്നെ ഏട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ പോകുന്നതല്ലേ, ഒന്നാമത് ഇന്നലെ ഏട്ടൻ ആ ഒരു കറി തന്നെയായിരുന്നു കഴിച്ചത്. അപ്പോൾ ഇന്നും കൂടെ അത് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാസ് ട്രബിളോ എന്തെങ്കിലും ആയാലോ കൊണ്ട് എനിക്ക് ടെൻഷനാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഏട്ടന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കറി വയ്ക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്താ പറയുക, എല്ലാവർക്കും കൂടെ ഒരു കറി മതിയായിരുന്നു. പിന്നെ അത് എൻ്റെ അടുത്ത് ചെറിയൊരു ലോക്കി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഏട്ടന് മാത്രം മതി, നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. എനിക്ക് പിന്നെ കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഓക്കെയാണ്. മോനാണെങ്കിൽ സോസ് ആയാലും അവൻ ഓക്കെ ആട്ടോ. അവന് സോസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അങ്ങനെയാണ് അവൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മീറ്റ് മസാലയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടില്ലേ, ഒന്ന് ആ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു ലോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. എന്നിട്ട് വേണേൽ ഒരു തക്കാളിയും കൂടെ ഒന്ന് നന്നായി വെന്ത് കഴിയുന്ന സമയത്ത് ഒന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില പിന്നെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്താട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെടിയൊക്കെ ഉണ്ട് കറിവേപ്പില പൊട്ടിക്കാൻ. അപ്പോൾ ഇഷ്ടം പോലെ കറിവേപ്പിലയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ കറിവേപ്പില ഇടാതെ നമ്മൾ ഒരു കറി ഉണ്ടാക്കാറില്ലല്ലോ, അതുകൊണ്ടാട്ടോ. ഹിന്ദിക്കാരൊന്നും അങ്ങനെയല്ല, അവരിങ്ങനെ കറിവേപ്പിലയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുപോലെ അവർ ഓയിൽ അതുപോലെ വെളിച്ചെണ്ണയൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുക, അവർ കടുകെണ്ണയൊക്കെയാണ് യൂസ് ചെയ്യുക. കടുകെണ്ണയിൽ ആദ്യം പച്ചക്കറികളൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കേട്ടോ അവർ കറികൾ ഉണ്ടാക്കുക. ഇവരുടെ ഭക്ഷണം വയ്ക്കുന്ന സ്റ്റൈൽ തന്നെ വേറെ ആട്ടോ. ഇവർ കടുകെണ്ണയിലൊക്കെ ആദ്യം പച്ചക്കറികളൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ആട്ടോ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുട്ടി വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് രാവിലേക്കുള്ള കറി അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ ഞാൻ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉപ്പേരിക്കും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചെടുക്കണേ. കടുകൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കരുത് എന്താ കടുക് പൊട്ടിച്ചെടുക്കുന്നത് കൊണ്ട് കടുകൊന്നും കാണാനില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കടുക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ ഒരു 2 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വതക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് പയറുപ്പേരി ആയിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഞാൻ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ ഞാനിങ്ങനെ പയറുപ്പേരിയൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വെന്ത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് കഴിക്കാറാകുമ്പോൾ എടുത്ത് നോക്കുമ്പോഴില്ലേ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പം എന്താ പറയുക, ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ടാട്ടോ ഉണ്ടാക്കാറ്.
ലോക്കീൻ്റെ സബ്ജി റെഡിയായപ്പോൾ ഞാൻ വേഗം പോയിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മസാല എടുത്തിട്ട് വന്നു കേട്ടോ. എനിക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് കഴിക്കുകയൊന്നുമില്ല. ഏട്ടനൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് ഏട്ടൻ ഓഫീസിൽ പോയി മോനെ എണീപ്പിച്ച് എന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് എടുത്തിട്ട് വന്നിട്ട് നോക്കിയതാട്ടോ. വല്ല ഐസ് കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നല്ല എന്താ പറയുക തണുപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഐസ് വാട്ടർ വെക്കാനും വേണ്ടിയിട്ട് നല്ലപോലെ തണുപ്പ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ഐസ് ക്യൂബ് പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചപ്പാത്തിക്കുള്ള എന്താ പറയുക മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് എടുത്ത് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി സോഫ്റ്റായി കിട്ടുവേ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ചെറുതായി ഡ്രൈ ആയിട്ടുണ്ടാകുക. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഞാനിതൊന്ന് ഉരുട്ടിയെടുക്കുവാണേ. കാരണം എന്താ പറയുക നമ്മൾ പരത്തി തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുട്ടുമ്പോഴില്ലേ പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകാൻ തോന്നി. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താനും വേണ്ടിയിട്ട് പെട്ടെന്ന് ഉരുളേക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊന്ന് പെട്ടെന്നൊന്ന് പരത്തി ചുട്ടെടുത്തിട്ട് ഏട്ടനുള്ളത് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാം കേട്ടോ. മോന് എന്തായാലും പതുക്കെ കഴിക്കുള്ളൂ. കാരണം അവൻ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചായ ബിസ്ക്കറ്റ് ആട്ടോ കഴിക്കുക. ചായ കുടിക്കില്ല, അവൻ വെറുതെ ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിക്കും. അത് കഴിച്ച് പിന്നെ അതൊന്ന് ഡൈജസ്റ്റ് ആകുമ്പോൾ ഒരുപാട് സമയമാവില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൻ കഴിക്കാൻ വരുമ്പോൾ കുറേ സമയമാവും കേട്ടോ. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ അവൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് അത്ര നേരമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് സൈക്ലിംഗ് ഒക്കെ ചെയ്ത് സ്കൂട്ടിയൊക്കെ ഓടിച്ച് നല്ലപോലെ ക്ഷീണിച്ചിട്ട് വന്നിരിക്കും കേട്ടോ. എന്നിട്ടാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കുളിക്കുകയും ചെയ്തില്ല. കുളിയൊക്കെ നമുക്കിനി പതുക്കെ നടക്കുള്ളൂ കേട്ടോ. കാരണം ഭക്ഷണം ഉണ്ടാക്കുക അത് പെട്ടെന്ന് ഉണ്ടാക്കിയാലേ ഏട്ടന് കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ഏട്ടൻ്റെയും കാര്യം നോക്കണ്ടേ. സിദ്ധുക്കുട്ടൻ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തില്ലേ എൻ്റെ പണിയെല്ലാം 9 മണിയാകുമ്പോഴേക്കും കഴിയുമായിരുന്നു കേട്ടോ. കറക്റ്റ് 9 മണിയെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഫ്രണ്ടിൽ പോയിരിക്കുമായിരുന്നേ. പക്ഷേ ഇപ്പോഴൊക്കെ എൻ്റെ പണി എന്താണെന്ന് അറിയില്ല, ഭയങ്കര സ്ലോ ആട്ടോ. ഞാനിപ്പോൾ എണീക്കുന്നതെല്ലാം വൈകിട്ടാണ്. പണ്ടൊക്കെ ഞാനൊരു 5 മണിയാകുമ്പോൾ എണീറ്റ് മോൻ സ്കൂളിൽ പോകാനാകുമ്പോഴേക്കും മോനൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു 8:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും തീർത്ത് അവനെ റെഡിയാക്കി സ്കൂളിൽ പോകാനുള്ള യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യം എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ഫ്രീ ആയി നടക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ പണിയെല്ലാം അവതാളത്തിലാട്ടോ. ഞാൻ പുതിയ സ്കൂളിൽ ചേർത്തിയതിന് ശേഷം എൻ്റെ പണിയെല്ലാം അവതാളത്തിലായിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ സ്ലോ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിസംബറിൽ. അപ്പോൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴാട്ടോ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ ചെയ്ത് തുടങ്ങിയത്. ഒരു ജനുവരിയിലാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. ആ ഒരു സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ നടക്കാൻ പോവുക, അതുപോലെ കാര്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമോ. ഏട്ടനാണെങ്കിൽ മെയിനായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. എനിക്കിങ്ങനെ സ്പെഷ്യലായിട്ട് അത് വേണം ഇത് വേണം എന്നൊന്നും ചോദിക്കില്ല. കാരണം തണുപ്പുള്ള ആ ഒരു സമയത്തില്ലേ നമുക്ക് ഭക്ഷണമൊക്കെ ഡൈജസ്റ്റ് ആകാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മനഃപൂർവ്വം അത് എന്താ വെച്ചാൽ അധികം ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാറുമില്ലായിരുന്നു കേട്ടോ. ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മളിപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കില്ലേ, ആ ഒരു ഭക്ഷണം മാത്രം മതി എന്നുള്ള രീതിയിൽ ഞാൻ അത് മാത്രമായിരുന്നു കേട്ടോ ഉണ്ടാക്കുക. ഞാൻ അതിന് മുന്നൊക്കെ ഞാൻ ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കുമായിരുന്നു, ഡോക്ല, അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ എണ്ണപ്പലഹാരങ്ങളും അതുപോലെ എല്ലാ ഭക്ഷണങ്ങളും ഞാൻ ഉണ്ടാക്കും. അതുപോലെ ഏട്ടൻ്റെ ഓഫീസിലേക്ക് എല്ലാം കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാനെല്ലാം കുറച്ചു. എന്തിനാണ് വെറുതെ കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൂട്ടിയിട്ട് ചിലപ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ അത് കഴിക്കാതാവും. പിന്നെ ഞാൻ തന്നെ അതൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും. പിന്നെ കണ്ടില്ല എൻ്റെ വണ്ണമൊക്കെ കൂടി വരുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ ഒരു ദിവസം തന്നെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വാക്കിങ്ങോ ഇല്ലെങ്കിൽ സൈക്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നല്ലപോലെ എക്സസൈസ് ചെയ്യുമായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് അതൊക്കെ ചെയ്യാതായപ്പോഴാട്ടോ ഈ ഒരു വണ്ണം പെട്ടെന്ന് കയറിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസൊക്കെ ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴില്ലേ പെട്ടെന്ന് നമ്മൾ കുറച്ച് വണ്ണമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റിട്ടേൺ ആയിട്ട് കയറി വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ ഏട്ടൻ കഴിച്ച പ്ലേറ്റിൽ തന്നെ വേഗം ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടന് കറിയായിരുന്നു കേട്ടോ കൊടുത്തത്. മറ്റേ ഇന്നുണ്ടാക്കിയ ലോക്കി കറിയായിരുന്നു കൊടുത്തത്. ഞാൻ ഉരുളക്കിഴങ്ങ് മസാല കറിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. മോനെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. ഹിന്ദിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴില്ലേ അവരുടെ സബ്ജിയൊക്കെ വേറെ ബൗളിലാക്കിയിട്ടായിരിക്കും കേട്ടോ കഴിക്കുക. ചപ്പാത്തി മാത്രമാണ് പ്ലേറ്റിൽ വയ്ക്കുക. എന്നിട്ട് സൈഡിൽ കുറേ ബൗൾസുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് അവരുടെ പായസം ഉണ്ടാകും, അതുപോലെ ഗുലാബ് ജാമുൻ അങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബൗളിലായിരിക്കും, കറി ഒരു ബൗളിലായിരിക്കും, ഇതുപോലെ തൈര് ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരോ ബൗളിലൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ കഴിക്കുക. അപ്പോൾ എത്ര പാത്രം കഴിയേണ്ടി വരും അല്ലേ. അത്രയും ബൗൾസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ തറയിൽ ഇരുന്നിട്ട് ചന്ദനപ്പെട്ടി ഇരുന്നിട്ടാട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു
ട്രഡീഷണൽ സ്റ്റൈലും കൂടെയാണ്. പക്ഷേ എന്നാൽ പോലും ഇത്രയും സാധനങ്ങൾ അവർ പ്ലേറ്റിൽ വെക്കുന്നതുകൊണ്ടായിരിക്കുമല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു ലോജിക്കായി ചിന്തിക്കുന്ന സമയത്ത് അതായിരിക്കും ശരിയായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും ഇതാ മോൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, മോന് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി തരണേ. കപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 ദിവസം കൊണ്ട് വീട്ടിലിരിക്കുന്ന കേട്ടോ. അവനെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഇരിക്കപ്പുറതിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കി കൈക്കിട്ടാണ്ട് അവനെ എന്താ പറയുക ഇരിപ്പുറയ്ക്കാണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കിച്ചണിൽ വന്ന് ഇരിക്കുവാണ് അവൻ. കപ്പ് നൂഡിൽസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ അതാ വെള്ളമൊക്കെ ചൂടാക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. പിന്നെ ഇത് പെട്ടെന്നൊന്ന് അതിൻ്റെ ആ ഒരു പുറം ഭാഗത്തുള്ള ആ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ഫോയിൽ കവർ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ആ ഒരു പകുതി സൈഡൊന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അത് അടച്ച് വയ്ക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കപ്പ് നൂഡിൽസ് എടുത്ത് കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം കേട്ടോ, കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം കൊടുക്കുക. അത് ഞങ്ങൾ 2ാമത്തെ തവണയായിട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോനറിയാതെ നല്ല ചൂടാണെന്നേ. അപ്പോൾ നല്ലപോലെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കുന്നതിനേക്കാളും നല്ല കേട്ടോ ഏത് സാധനം കഴിക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെയാണ്, എനിക്ക് ഇഷ്ടമായിട്ടോ. പക്ഷേ ഏട്ടനത് അത്രയ്ക്ക് കാര്യമായിരുന്നില്ല. ഞാൻ ഇത്രയും ദിവസം കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ലോങ് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ലേ. അപ്പോൾ ഇന്ന് കുറച്ചൊരു ലോങ് വീഡിയോ ആണ്. ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ എപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴും ഒന്നും ഇടാറൊന്നുമില്ല. അപ്പോൾ ഒന്ന് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ വീട്ടിലത്തെ എൻ്റെ ഒരു ഹാഫ് ഡേയും ഇടുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, BSF ക്യാൻറ്റീനിൽ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ് നൂഡിൽസൊക്കെ റെഡി ആയപ്പോൾ ഞാൻ പെട്ടെന്നൊരു കായ്പുളിയും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. കായ്പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ രസം പോലുള്ള ഒരു സാധനമാണ്. രസത്തിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് നമ്മുടെ പാലക്കാട്ടിൻ്റെയൊക്കെ ഒരു കായ്പുളി എന്ന് പറയും. കായ്പുളി അല്ലെങ്കിൽ പിന്നെ മുളക് വറുത്ത പുളി അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ഈ മുളക് വറുത്ത പുളീൻ്റെ പേര് വന്ന് തന്നെ ഉണക്കമുളക് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഉണക്കമുളക് നമ്മൾ പണ്ട് കാലത്തൊക്കെ അടുപ്പിൻ്റെ സൈഡിലിട്ട് ചുട്ടെടുക്കുക, എന്നിട്ട് അതും കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചേർത്തിട്ട് അതുപോലെ എന്താ പറയുക നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചിട്ടിട്ട് അതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇടും കേട്ടോ. സിമ്പിളാണേ, അങ്ങനെയാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു രസം പോലെയൊക്കെ ആട്ടോ വയ്ക്കുന്നത്. പക്ഷേ ഇതും രസമാണെന്ന് മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ രസത്തിലൊക്കെ ശർക്കരയൊക്കെ ചേർക്കില്ലേ, പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും ചേർക്കില്ല കേട്ടോ. ശർക്കരയൊന്നും ചേർക്കില്ല. പക്ഷേ ബാക്കിയുള്ള അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അത് മാത്രമല്ല രസം വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ, കുറേ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താ പറയുക വറുത്ത് പൊടിച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് രസം. ഇത് വെറും ഒരു കായപ്പുളി മാത്രം കേട്ടോ. മോന് ഞാൻ കപ്പ് നൂഡിൽസും കൊടുത്തിട്ട് വേഗം വന്ന് കറി ഉണ്ടാക്കാൻ നിന്നാ കേട്ടോ. അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ അവൻ എന്താ ചെയ്യുന്നതെന്ന്. കാരണം ചൂടുള്ള സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ തട്ടിമറിച്ചിടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടയ്ക്ക് പോയി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവൻ കുറേ നേരം കഴിക്കുന്നുണ്ട്. ഞാൻ അവന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം എന്താ പറയുക മാഗി അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനമാണെങ്കിൽ അവൻ എന്നെ അതിൻ്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല. അവൻ തനിച്ച് കഴിക്കാമെന്ന് പറയുക. വല്ല ചോറൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ പറയും അമ്മ എനിക്ക് വാരുത്താന്ന് പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനും പിന്നെ നമ്മുടെ തൊട്ട വീട്ടിലൊരു ദീദിയും കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ക്യാൻറ്റീൻ ഉണ്ട്. സെൻറ്റ് വെസ്റ്റോയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലാണ് സെൻറ്റ് വെസ്റ്റോ എന്ന് പറയുന്നത്. വണ്ടികളൊക്കെ നേരാക്കില്ലേ, റിപ്പയർ ചെയ്യുന്ന സ്ഥലം കേട്ടോ സെൻറ്റ് വെസ്റ്റോ. അപ്പോൾ അവിടെയാട്ടോ നമ്മുടെ ക്യാൻറ്റീനൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഞങ്ങളവിടെ പോയ സമയത്ത് അവിടെ കുറേ കുരങ്ങന്മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞങ്ങൾ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല അതിനകത്ത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ കുരങ്ങന്മാരുള്ളതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്താട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം മീൻസ് ആരും നമ്മളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ, എടുത്താലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. ഇല്ലേ ഞാനിങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല. കാരണം അവിടെ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മെയിൻ ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിനകത്ത് അങ്ങനെ വീഡിയോസൊന്നും എടുക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുരങ്ങന്മാർക്ക് വന്നുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ക്യാപ്പിൽ കൂടെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ക്യാമ്പിൻ്റെ അകത്ത് അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ആ ഒരു എന്താ പറയുക കുരങ്ങന്മാരെയും അതുപോലെ അവിടുത്തെ കുറച്ച് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചല്ല, സെൻറ്റ് വെസ്റ്റോയിൻ്റെ അകത്ത് ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയാട്ടോ ഏറ്റവും കൂടുതൽ ക്വാർട്ടേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതാണ്. അപ്പോൾ അവരവിടെ ഇരുന്ന് എക്സസൈസ് ചെയ്യും,
കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. മീൻസ് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നൊന്നും അവർ എഴുതി വെച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ വീഡിയോസൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നാട്ടോ. അല്ലാതെ ഇങ്ങനെ പുറത്ത് അങ്ങനെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളവിടെ കുറേ നേരമൊന്നും നിന്നില്ല കേട്ടോ, കുറച്ച് നേരം തന്നെ നിന്നുള്ളൂ. നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നാലേ, അപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാട്ടോ. അങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ നമ്മൾ ആ ഒരു ഓൺ ദി സ്പോട്ടിലെടുത്ത പ്ലാനിങ് ആയിരുന്നു. അത് കഴിയുമ്പോൾ മോൻ പറഞ്ഞ് അവന് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുമായിരുന്നു കേട്ടോ ഉണ്ടായത്. പിന്നെ സെൻറ്റ് വെസ്റ്റോയിൽ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അവരൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ വൈകുന്നേരം ആയപ്പം. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് വന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ, അപ്പോൾ അവിടെ വരുമ്പോൾ അവരെ കാണാറുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റ് വെസ്റ്റോയിൻ്റെ അകത്ത് തന്നെ കേട്ടോ ഈ അമ്പലമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് അവരെ കാണാറുള്ളതാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പുറത്ത് നല്ല ചൂടായിരുന്നതുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ സാധനമൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൻ്റെ പുറത്തൊക്കെ വന്ന് കുറച്ച് നേരം നിന്നു. അവിടെ പിള്ളേർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബായ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.